ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നത് നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു മത്തിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ ഒരു മത്തിക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഈ ഒരു മത്തിക്കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു 3 തക്കാളി, 2 ചെറിയ സവാള കേട്ടോ, പിന്നെ 2-3 പച്ചമുളകാണ്. ഒരു 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും, അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. ആദ്യം തന്നെ ഞാനിത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചാണ്. മൺചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കട്ടെ ഈ മീൻകറീൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ്. ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ഞാൻ കൂട്ടുകൾ കൂട്ടുന്നുണ്ട്. അത് നല്ല ചൂടായതിന് ശേഷം ഞാൻ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉലുവയും 1/4 ടീസ്പൂണ് കടുകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് ചൂടാക്കിയിട്ട് വറുത്തിട്ട് ഇങ്ങോട്ട് എടുക്കുകയാണ്. അങ്ങോട്ട് പൊട്ടി പൊരിഞ്ഞ് നിൽക്കുമല്ലോ, ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ എടുത്തിട്ട് ഒരു മിക്സിൻ്റെ ജാറൊക്കെ എടുത്തിട്ട് മാറ്റിയിട്ട് അങ്ങോട്ട് ആ ഒരു ചെറിയ ചൂടിലിട്ടിട്ട് ഒന്നങ്ങോട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതങ്ങോട്ട് മാറ്റിയാണ് ഞാൻ പൊടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് സവാള ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങോട്ട് ഞാൻ ഒന്നങ്ങോട്ട് കളർ മാറിച്ചിട്ട് ഇങ്ങോട്ട് എടുക്കുകയാണ്. പിന്നെ വേണ്ടത് തക്കാളി ഉണ്ടല്ലോ, അതും കൂടി ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് വാട്ടിയെടുക്കുക കേട്ടോ. 1-2 മിനിറ്റ് നേരം അങ്ങോട്ട് മൂടി വെക്കുന്നുണ്ട്. ഈ ഒരു റെസിപ്പി ഇതുപോലെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കുക, അടിപൊളി ടേസ്റ്റാണ് ചോറിന്. പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ടിയില്ല കേട്ടോ, ഇത് മാത്രം മതി. ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ ചാനലുണ്ട് കേട്ടോ, കാണാത്തവരൊക്കെ കണ്ടു നോക്കണേ. ഒരുപാട് മസാലകളോ ഒന്നും നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ വാടിയതിന് ശേഷം ഞാനിതാ ഒരു പാത്രത്തിൽ അങ്ങോട്ട് മാറ്റി വെക്കുക കേട്ടോ. മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒരു അങ്ങോട്ട് കറക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് തീക്ക് വെച്ചിട്ട് ഈ ഒരു ഉള്ളി കൂട്ടാൻ കണ്ടില്ലേ, ഇതുപോലെ വെച്ചതിന് ശേഷം ഞാനിത് മിക്സിൻ്റെ ജാറിലേക്ക് ഒന്നങ്ങോട്ട് ചൂടാറിയതിന് ശേഷം ഇട്ടത്. ഇതിലേക്ക് 1 സ്പൂണ് കാശ്മീർ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടോ, പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുകയാണ്. വളരെ ടേസ്റ്റിയായ റെസിപ്പി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണേ. അങ്ങനെ അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ ചട്ടിക്ക് നമ്മൾ അരച്ച് വെച്ച് ആ ഒരു മിശ്രിതേക്ക് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ തീ ഒന്നങ്ങോട്ട് ചെറുതായിട്ട് കൂട്ടി കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് എത്ര ആവശ്യമായത് അത്ര വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ, ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഈ സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചിരുന്നു കേട്ടോ, ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ടിന് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് മൂടി വെച്ചിട്ട് തിളച്ചതിന് ശേഷം ഈ ഒരു ക്ലീൻ ചെയ്ത മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വെറും 5 മിനിറ്റ് മാത്രം മതിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ, ഒരുപാട് ടൈമും വേണ്ട. ഒരുവിധം മീനൊക്കെ ഞാൻ ഈ ഒരു കൂട്ടിട്ടാട്ടോ ഉണ്ടാക്കിയെടുക്കൽ. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഈ ഒരു കറി മാത്രം മതിയിട്ട് ചോറ് തിന്നാൻ. അങ്ങനെ മീനിട്ട് കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് തിളപ്പിച്ചതിന് ശേഷം ഇത് മൂടി വെക്കുകയാണ് കേട്ടോ. കണ്ട ഇതേപോലെ തിളച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ സ്പെഷ്യലായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു അടിപൊളി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനിതിന് മുന്നേ അയിലക്കറി ഉണ്ടാക്കിയിരുന്നു കേട്ടോ, അതിലും ഇതുപോലെ സ്പെഷ്യലായിട്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ടിയുടെ തേങ്ങാപ്പാലാണ്. അപ്പോൾ വെന്തങ്ങോട്ട് ഇറക്കാൻ നേരത്തോട്ട് നമ്മളിതേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരുപാട് നേരം തിളക്കേണ്ടത്, ജസ്റ്റ് അങ്ങോട്ട് തിളച്ചാൽ മതി. പിന്നെ കുറച്ച് കരിവേപ്പിലൊക്കെ ഇതിൻ്റെ മുകളിൽ അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനങ്ങോട്ട് മൂടി വെച്ചിട്ട് തീ എന്നിട്ട് ഓഫാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചാണ്. അതിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഞാനിതേക്ക് കുറച്ച് സവാള ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്തത്. ചെറിയ ഉള്ളി നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതായാലും പ്രശ്നമല്ല കേട്ടോ. അതങ്ങോട്ട് ചൂടായതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ഒരു പച്ചമുളക് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ഇതിൻ്റെ കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ കുറച്ച് കരിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. വളരെ ടേസ്റ്റ് ആയിട്ട് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ. ഇനി വെളുത്തുള്ളി ഞാനൊന്നങ്ങോട്ട് കുത്തിച്ചതക്കിയിട്ട് അതും കൂടി ഇതിൻ്റെ കൂടുതലിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങോട്ട് കളറ് മാറിയാൽ മതി. ഇനി ഇതിലേക്ക് തീ കുറച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉലുവ കടുക് എന്നൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗം കേട്ടോ
ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണമെങ്കിൽ തീ ഓഫാക്കിയിട്ടായാലും പ്രശ്നമല്ല കേട്ടോ. ഈ ഒരു മുളക് പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോയാൽ നമ്മുടെ ഈ ഒരു മീൻകറിൻ്റെ ടേസ്റ്റ് തന്നെ നഷ്ടപ്പെടും. ഇനി ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊരു മീൻകറിക്ക് ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ മുളക് പൊടി ഇതുപോലെ ഇങ്ങനെ വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. പിന്നെ അതെല്ലാം നല്ലൊരു കളറ് കിട്ടും കേട്ടോ. ഒന്നങ്ങോട്ട് ചൂടാറിയതിന് ശേഷം ഇനി ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് ഒന്നങ്ങോട്ട് തുറന്നെടുക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കളറൊക്കെ ശരിക്കും നമുക്ക് കിട്ടുക. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങോട്ട് നല്ലൊരു ടേസ്റ്റ് കേട്ടോ. കറിയൊക്കെ നന്നായിട്ട് ചൂടാറുന്നതിനനുസരിച്ച് ഇങ്ങോട്ട് കുറുകയും ചെയ്തേനെ. എങ്ങനെയുണ്ട് കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ ചാനലിലുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് നോക്കണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്ര തന്നെ ഉള്ളേ. ഇതുപോലത്തെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.